അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാ ദിവസവും ഉളൂവിന് ശേഷം 5 തവണ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ യാ ഷക്കൂറു യാ അല്ലാ എന്ന ദിക്ർ, അതും 5 തവണ എല്ലാ ദിവസവും നമ്മൾ ഉളൂവിന് ശേഷം നിസ്കരിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് എല്ലാവരും ഉളൂ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഈ യാ ഷക്കൂറു യാ അല്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യും. നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിലും അതിന്റെ സാലറി വാങ്ങുന്ന സമയങ്ങളിലും എന്ത് ചെയ്യും? നമുക്ക് ബറക്കത്തും ഐശ്വര്യവും ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ജോലിയാണെങ്കിൽ കൂടി തന്നെയും ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ആ ജോലിയിലും നമ്മുടെ സമ്പത്തിലും ബറക്കത്ത് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ബറക്കത്തുണ്ടാവുകയും നമുക്ക് മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഉള്ള മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈമാനോട് കൂടിയുള്ള മരിക്കുന്ന സമയത്ത് നല്ല രൂപത്തിലുള്ള മരണം അള്ളാഹു നമുക്ക് തരുമെന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ ദിക്റിനെ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ ദിവസവും ഉളൂവിന് ശേഷം 5 തവണയാണ് ഈ ദിക്റിനെ നിങ്ങൾ പതിവാക്കേണ്ടത്. അത് മറന്നു പോവാതിരിക്കുക. എപ്പോഴും ഓർമ്മയിൽ കൊണ്ടു നടന്ന് ഉളൂവിന് ശേഷം 5 തവണ ചൊല്ലി ദുആ ചെയ്യാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 5 തവണ ചൊല്ലാൻ കഴിയുന്ന പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാൻ പറ്റുന്ന വെറും 5 തവണയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരും ഈ ദിക്ർ ചൊല്ലുവാനും ആ സമയത്ത് ഓർമ്മ വരുവാനും ഒക്കെ അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുക. കമന്റിലൂടെ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെയും ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്നും തന്നെ പറയണമെന്നില്ല എന്നുണ്ടെങ്കിൽ സലാമെങ്കിലും അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി കയറി കാണുക. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണുക. പഠിക്കണമെന്ന് അറിവുകൾ പഠിക്കണം, കൂടെ കൂട്ടണമെന്ന് താല്പര്യമുള്ളവർ കയറി കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പുതിയ